ഹലോ, വെൽക്കം ബാക്ക് ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു എഗ്ഗ് കറിയാണ്. എഗ്ഗ് തിളപ്പിച്ചത്. ഇത് ഒരു നാടൻ കറിയാണ്. കുറച്ച് സ്പൈസിയാണ്, എന്നാലും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇത് ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ ചപ്പാത്തിയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ഉപയോഗിക്കാം. പിന്നെ വളരെ പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറച്ച് സാധനങ്ങൾ മതി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്കിതിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം. ഇതേപോലത്തെ ഒരു മീഡിയം സൈസ് സവാള ഇത് ചോപ്പ് ചെയ്തെടുക്കണം, നല്ല ചെറുതായിട്ട്. പിന്നെ ഈ ഒരു കഷ്ണം ഇഞ്ചി, വലിയ കഷ്ണമൊന്നും വേണ്ട, ഒരു ചെറിയ കഷ്ണം മതി. പിന്നെ ഒരു 4 ചെറിയ അല്ലി വെളുത്തുള്ളി വേണം, ഒരു പച്ചമുളക്, പിന്നെ കുറച്ച് വേപ്പില വേണം. പിന്നെ ഒരു മുട്ടയ്ക്കാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത്. ഈ മുട്ട നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് ചെക്ക് ചെയ്താൽ നല്ലതാണോ എന്ന്. അതിനുശേഷം ഞാനിത് ഫ്രിഡ്ജിൽ തന്നെ വയ്ക്കും. പൊട്ടിച്ചിടുന്ന സമയത്ത് മാത്രമേ ഞാനിത് എടുക്കുകയുള്ളൂ. പിന്നെ വേണ്ടത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. അത് ഞാനിടുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു 4 ടീസ്പൂൺ എണ്ണ ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്, കൂടുതൽ എണ്ണ ഒഴിച്ച ടേസ്റ്റ് കൂടും. അപ്പം ഞാനതിലേക്ക് ഈ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന അണിയൻ, ഗ്രീൻ ചില്ലി, പിന്നെ ഗാർലിക്, ജിഞ്ചർ, ഇതെല്ലാം കൂടി ഇതിനകത്തോട്ട് ചേർക്കാം. അണിയൻ കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുന്നതാണ് നല്ലത്. ഇത് നന്നായിട്ട്, അല്ലെങ്കിൽ കുറേ ഭാഗമൊക്കെ കരിഞ്ഞ് കുറേ ഭാഗം അറിയാതെ ഇരിക്കും. അപ്പോൾ അതൊരു വേറെ ടേസ്റ്റായിരിക്കും. ഇത് നന്നായിട്ട് ഇങ്ങനെ കുക്ക് ചെയ്യാം. സവാളയുടെ നിറമൊക്കെ മാറി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് കണ്ടല്ലോ, ഇത് ഐസ്ക്രീം സ്പൂണാണ്. അപ്പോൾ ടീസ്പൂണിനാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഉണ്ടാവുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ ഇതിൻ്റെ തന്നെയാണ്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ എടുക്കേണ്ടി വരും. ഇത് ഐസ്ക്രീം സ്പൂൺ തന്നെയാണ്. പിന്നെ 1/4 ടീസ്പൂണോളം മുളക് പൊടി. കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂണോളം തന്നെ കുരുമുളക് പൊടിച്ചത്, അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിനാവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു മുട്ടയ്ക്കാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിതനുസരിച്ച് കൂടുതൽ മുട്ട വേണമെങ്കിൽ അതനുസരിച്ച് കൂടുതലായിട്ട് സാധനങ്ങൾ ഈ ക്വാണ്ടിറ്റി അനുസരിച്ച് കൂടുതലായിട്ട് എടുക്കുക. കുറച്ച് വേപ്പില ഇട്ടു. മസാലകളൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു. ഈ മസാലകൾ ഈ വെള്ളത്തിലേക്ക് കിടന്ന് നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആവണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞു അല്ല, ഇതാണ് പാകം. ഇതിലേക്ക് ഇനിയും കുറച്ചുകൂടി സവാളയും പച്ചമുളകും എല്ലാം നന്നായിട്ട് സോഫ്റ്റായിട്ടുണ്ട്. ഉണ്ടോ, നല്ല സോഫ്റ്റായി.
ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഗ്രേവിക്ക് വേണ്ടത് മുട്ട അത് കിടന്ന് വേഗം വേണം. അപ്പോൾ അതിന് വേണ്ട വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം വേണം. കൂടുതലായാലും കുഴപ്പമില്ല, പക്ഷെ അത് വറ്റുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. നല്ലതാണ്. അപ്പോൾ ഗ്രേവിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആവും. കൂടുതലായാലും നമുക്ക് ഇതിനകത്തേക്ക് മുട്ട പൊട്ടിച്ചിടാം. ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്തതാണ് കേട്ടത്, അല്ലെങ്കിൽ വേറെ ഒന്നുമല്ല, ഞാൻ പറയാം. ഇത് മുട്ട ഇങ്ങനെ തന്നെ കിടക്കും, നല്ല ഭംഗിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതേസമയം ചൂട് ഗ്രേവിയും അതിനകത്തോട്ട് സാധാരണ ടെമ്പറേച്ചറിലോട്ടായ മുട്ട പൊട്ടിച്ചിടുമ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ ഇത് ഇങ്ങനെ ഇടുമ്പോൾ തന്നെ അത് മുഴുവനായിട്ട് നമ്മൾ സ്പ്രെഡാവും. അപ്പോൾ പിന്നെ നമുക്ക് ആ കാമ്പ് മാത്രമേ ഉണ്ടാവും, മറ്റതെല്ലാം സ്പ്രെഡായിട്ട് നമുക്കത് ആ മുട്ടയുടെ ഷേപ്പിലെടുക്കാൻ പറ്റും. ഇതിനു വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് വേണ്ടി വരും ഇത് കുക്കാവാനായിട്ട്. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇത് തുറന്ന് നോക്കാം എന്തായി. ഗ്രേവിയൊക്കെ വറ്റിയുണ്ട്. ഗ്രേവി ഇനി കുറച്ചുകൂടി വറ്റാനുണ്ട്. അപ്പോൾ 10 മിനിറ്റ് തന്നെ വേണ്ടി വരും. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇതിൻ്റെ അടിയിൽ ഉടനെ ഇളക്കിയാൽ ഇത് പൊട്ടിപ്പോവും. അതുകൊണ്ട് നിങ്ങൾ ഉടനെ തന്നെ ഇളക്കരുത്. ഒരു 5 മിനിറ്റൊക്കെ ഇതുപോലെ കുക്കായതിനു ശേഷം ഇതിൻ്റെ യോക്കൊക്കെ നന്നായിട്ട് എഗ് യോക്ക് നന്നായിട്ട് വെന്തതിന് ശേഷമേ ഒന്ന് പതുക്കെ ഇങ്ങനെ വിടിയിച്ചെടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ വിടിയിച്ചില്ലെങ്കിൽ സാരമില്ല. അവസാനം കുക്ക് ചെയ്യുമ്പോൾ എടുത്തതിന് ശേഷം മാറ്റിയാലും മതി. അടിയിലൊരു ഇത്തിരി പിടിച്ചിരിക്കും, അത്രേ ഉള്ളൂ. നമുക്ക് ഈ ഗ്രേവിയൊക്കെ ഇതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഗ്രേവി ഇനിയും കുറച്ചുകൂടി വറ്റി ഇതിൻ്റെ പകുതിയായി തിക്കാവണം. അപ്പോൾ മുട്ടയുടെ കൂടെ ആ ഗ്രേവിയും കൂടി കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചോറിൻ്റെ കൂടെയാണിത് ഏറ്റവും ബെസ്റ്റ്. മുട്ട കൊണ്ട് എന്തെല്ലാം വിഭവങ്ങൾ ഉണ്ടാക്കാമല്ലേ. അപ്പോൾ ഡിഷസ് തന്നെ ഒരുപാടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ചിക്കൻ കൊണ്ടും ഒരുപാട് വെറൈറ്റി ഡിഷസാണുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ പിന്നെ പുട്ടിൻ്റെ കൂടെയും കഴിക്കാം. അപ്പം, ഇടിയപ്പം, ഇതിൻ്റെയൊക്കെ കൂടെ നന്നായിട്ട് കഴിക്കാൻ പറ്റും. ചോറിനാണ് ഇത് ഏറ്റവും ബെസ്റ്റ്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ മുട്ടക്കറിയും കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റോടുകൂടി കഴിക്കാം. തൃപ്തിയായിരിക്കും ഭക്ഷണം കഴിച്ചാൽ. പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾ വെജിറ്റബിളും കൂടി ആഡ് ചെയ്ത് കഴിക്കണം. സാലഡ്, റോ വെജിറ്റബിൾസിൻ്റെ സാലഡൊക്കെ കൂട്ടി കഴിക്കണം. എഗ്ഗാണ്, അതുകൊണ്ട് പച്ചക്കറി അല്ലെങ്കിൽ റോ വെജിറ്റബിൾസിൻ്റെ സാലഡ് കൂട്ടി കഴിക്കണം. നമുക്കൊരു 5 മിനിറ്റ് കൂടി വേവിക്കാം മൂടി വെച്ചിട്ട്. ഇപ്പോൾ ഒരു 5 മിനിറ്റും കൂടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇത് മുട്ട തിളപ്പിച്ചത് ശരിയായോ. റെഡി ആയിട്ടുണ്ട്. ഉണ്ടോ? അപ്പോൾ മുട്ട ഇതേപോലെ തന്നെ ഒരൊറ്റ മുട്ടയായിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇതിൻ്റെ വൈറ്റൊക്കെ അങ്ങോട്ട് സ്പ്രെഡായിട്ട് ഇതുപോലെ എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിതുപോലെ തന്നെ ചെയ്ത് നോക്കുക. ഇപ്പോൾ കുറച്ച് ഭാഗത്തുണ്ട് ഇതേപോലെ വെള്ളം ഇങ്ങനെ പൊട്ടിയതായിട്ട് പോകും. ഗ്രേവിയിൽ മുഴുവൻ മുട്ടയുടെ വെള്ളമായിരിക്കും. അപ്പോൾ നമുക്ക് ഏകദേശം ഇതേപോലെ എടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ ചെയ്യുന്നത്. ഇത് നല്ലൊരു ഡിഷാണ്. നമുക്കിതൊരു ഇപ്പോൾ ഇതിലും കുറച്ചുകൂടി തിക്കായിട്ട് നമുക്ക് ഗ്രേവി ആണെങ്കിൽ കുറച്ച് നേരം കൂടി ഒരു 2-3 മിനിറ്റ് കൂടി കുക്ക് ചെയ്താൽ മതി. ഞാനിത് തീ ഓഫ് ചെയ്യണതാണ്. നമുക്കത് ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇതാണ് നമ്മളുടെ മുട്ട തിളപ്പിച്ചത്. ഉണ്ടോ? നല്ല ടേസ്റ്റുള്ള കറിയാണെന്ന് കാണുമ്പോൾ തന്നെ അറിയാം. പിന്നെ ഉപ്പ്, എണ്ണ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യണം. കൂടുതൽ ഉപ്പായി പോയാലും കൊള്ളില്ല. പിന്നെ കുറച്ച് നോർമൽ ആവശ്യത്തിന് ഉപ്പിട്ടാൽ ഇത് കറി നല്ല ടേസ്റ്റായിരിക്കും. ഉപ്പ് കുറച്ചിട്ടാൽ ടേസ്റ്റ് കുറയും. ഉപ്പാണല്ലോ നമ്മുടെ കറികളിലെ ടേസ്റ്റ് കൂട്ടുന്ന സാധനം.
പിന്നെ എണ്ണ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് ശരിയാക്കി എടുക്കാം. ചോറ് നിങ്ങൾക്ക് ടിഫിൻ കൊണ്ടുപോകണമെങ്കിലും ഇത് നല്ലൊരു ഡിഷാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ ഡിഷ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനിയും വേറെ ഇതുപോലെ തന്നെ നല്ല എരിവും സ്പൈസിയും നല്ല ടേസ്റ്റുമായിട്ടുള്ളൊരു അടിപൊളി ഡിഷുമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.